സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ആഘോഷം നിറഞ്ഞൊരു നിമിഷമാണത്. കാരണം വേറെ ഒന്നുമല്ല, നാടക മത്സരത്തിൻ്റെ റിസൾട്ട് വന്നേക്കണേണ്. റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഞെട്ടിച്ചത് ഇപ്രാവശ്യം നാടകം അങ്ങ് കോഴിക്കോട് കൊണ്ടുപോയി. കാരണം ബെസ്റ്റ് ആക്ടറും ആക്ട്രസും എല്ലാം കോഴിക്കോട് തന്നെ. ഇതാ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് ബെസ്റ്റ് ആക്ടർ. എന്താണ് പറഞ്ഞ പേര് പറഞ്ഞത്? യദുകൃഷ്ണറാം. അപ്പോൾ യദുകൃഷ്ണറാമാണ് മാരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ യദുകൃഷ്ണയാണ് ബെസ്റ്റ് ആക്ട്രസ്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഇതിൽ നിൽക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ കൊല്ലം കുമരു എന്ന് പറഞ്ഞ നാടകത്തിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പെടാൻ സാധിച്ചിരുന്നു. അതിൽ വളരെ രണ്ടാമത്തെ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനശ്വരമായ വർഷങ്ങളാണ് 2 വർഷം എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി ജീവിതം എന്ന് പറയുന്നത്. ഈ അനുഭവങ്ങളിലൂടെ ഇത് രസകരമായിത്തീരുന്നത് കോക്കല്ലൂരിൻ്റെ നാടകത്തിൽ വരുന്ന പ്രത്യേകതയാണ്. ശരിക്കും ഞങ്ങൾ 10 ആൾക്കാരും ടീച്ചറും സംവിധായകനും ഉപരി ഒരു 10-30 ആൾക്കാർ ഈ നാടകത്തിൻ്റെ പിന്നാലെ വരികയും ഇന്നുപോലും സെറ്റ് കയറ്റാനാണെങ്കിലും മറ്റാവശ്യങ്ങൾക്കാണെങ്കിലും ഒരു 30-35 ആൾക്കാർ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ഫലം കിട്ടിയാൽ ശരിക്കും എനിക്ക് കൊടുക്കാനുള്ളത് അവർക്ക് തന്നെയാണ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത്. അത്ര അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഫലമായിരിക്കും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മാരി എന്ന് പറഞ്ഞ ക്യാരക്ടർ എത്രത്തോളം ഇപ്പോൾ എന്താ പറയുക, എത്രത്തോളം അക്ഷയുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്? മാരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ആന എന്ന് പറഞ്ഞ പ്രതിഷേധത്തിൻ്റെ സിമ്പലായിട്ടും പ്രതിരോധിക്കുന്നവൻ്റെ ആയുധമായിട്ടൊക്കെ ആനേനെ സിംബോളൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു അത് ശരിക്കും ഞാൻ ഒരു പക്ഷേ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു തന്നു, അങ്ങനെ കിട്ടിയ അറിവാണ്. എന്നിരുന്നാൽ കൂടി അങ്ങനെ പറഞ്ഞു തരുന്നതിൽ കൂടെ മാരി എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് കൂടുതൽ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അത് ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഒരുപാട് പേര് ഇരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഓരോ ക്യാരക്ടറിനെ ഡീറ്റെയിൽ ചെയ്ത് തരുമ്പോൾ കുറച്ചുകൂടെ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇനി പേര് മാരി എന്നാക്കുകയാണ്. മാരിക്ക് ആരാവാനാണ് ഇഷ്ടം വലുതാവുമ്പോൾ? മാരി ടീച്ചറാവാനും ആണ് താല്പര്യം. എന്നിരുന്നാൽ കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഭയങ്കര ആഗ്രഹം. കാരണം 2 വർഷം അങ്ങനെ ഇത് വളരെ സന്തോഷമുള്ളൊരു സംഗതിയാണ്. ഇനിയിപ്പോ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറയണ്ടേ എല്ലാവരും? അച്ഛൻ ടീച്ചറാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ വിദ്യാലയത്തിലായിരുന്നു, കോക്കല്ലൂർ സ്കൂളിലായിരുന്നു. ഇപ്പോ ശിവൂർ സ്കൂളിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു നാടകം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി? എഫേർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ എഫേർട്ടൊക്കെ വളരെ കുറവാണ് അതിൽ. ശരിക്കും ഇതിന്റെ പിന്നാലെ വരുന്നവരുടെ എഫേർട്ടാണ്. 10-30 പേര് ഇതിന്റെ പുറകിൽ 10 പേരല്ലാതെ വന്നു. അതെ അതെ അതെ. അവര് ശരിക്കും പറഞ്ഞാൽ ഊണും ഉറക്കവും കളഞ്ഞ് നമ്മുടെ കൂടെ ഇപ്പോഴും ഈ ഒരു മൊമെന്റിൽ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു സന്തോഷത്തിന്റെ ആരവം നോക്കി കേൾക്കാം എത്രത്തോളം അവർ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ എന്തായാലും മാരി, എന്തായാലും ഒരുപാട് വിവരങ്ങളിലെത്തട്ടെ. എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും ലൈഫിൽ ഇപ്പൊ ടീച്ചർ ആവാനാണ് ആഗ്രഹം. മാത്രമല്ല മാരി ടീച്ചറിലല്ല ഒതുക്കേണ്ടത്, ഒരു സൈഡിൽ വലിയൊരു നടനെ കിടക്കുന്നത്. 2 വർഷം അടുപ്പിച്ചൊക്കെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ എന്തായാലും ഒരുപാട് വിവരങ്ങൾക്ക് എത്തട്ടെ. ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? അതും കൂടി പറഞ്ഞിട്ട് വരുത്താം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒറ്റൊരാളായിട്ട് ശരിക്കും പറയാൻ സാധിക്കില്ല. ഈ പറയുന്ന 30 പേർക്കും നന്ദി പറയാനുണ്ട്. 2013 തൊട്ട് ഇങ്ങോട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളും PTA അംഗങ്ങളും ഡയറക്ടേഴ്സും മനോജേട്ടൻ, നിവേദേട്ടൻ, ഇപ്പം നിഖിലേട്ടൻ, എല്ലാവരോടും, ടീച്ചേഴ്സിനോട്, അച്ഛനോട്, അമ്മേനോട്, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരോട്, ഞങ്ങളുടെ സംഘങ്ങളോട് എല്ലാവരോടും നന്ദി. പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. ശരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന അവരൊക്കെ കടപ്പാടുകൊണ്ട് തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് ആശംസകൾ. താങ്ക് യു.